ഹായ്. അപ്പോൾ എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. എസ്.എൽ. പുരം സദാനന്ദൻ കഥയും സംഭാഷണവും എഴുതി, ഹരി പോത്തൻ നിർമ്മിച്ചു, ജെ ശശികുമാർ സംവിധാനം ചെയ്ത 1975 ഓഗസ്റ്റ് 7-ാം തീയതി പുറത്തിറങ്ങിയ അലിബാബയും 41 കള്ളന്മാർ എന്ന മൂവിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. പ്രേം നസീർ, ജയഭാരതി, തിക്കുറിശി, അടൂർ ബാസി, ബഹദൂർ, KP ഉമ്മർ തുടങ്ങിയ താരനിരകളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത് അറേബ്യൻ കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് അലിബാബയും 41 കള്ളന്മാർ. ഒരുപാട് ലാംഗ്വേജുകളിൽ ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. തമിഴിൽ ശിവാജി ഗണേശനൊക്കെയാണ് തോന്നുന്നത് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. തിക്കുറിശിയും പ്രേം നസീറും ഏട്ടാനിയന്മാരായിട്ടാണ് അഭിനയിക്കുന്നത്. പ്രേം നസീറിന്റെ പേരാണ് അലിബാബ. കാസിമും ജ്യേഷ്ഠനാണ് കാസിം. തിക്കുറിശിയാണ് ആ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അലിബാബയായിട്ട് പ്രേം നസീർ ഉണ്ട്. വിധുബാല ഒരു വേഷം ഇവരുടെ അനിയത്തിയായിട്ട് ചെയ്യുന്നു. ലൈല എന്നുള്ളതാണ് കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഗ്രാമത്തിലെ പെൺകുട്ടികൾ, നല്ല പെൺകുട്ടികളെ എല്ലാം കൂടി ഈ കാസിം, അവിടെ അമീർ എന്നാണ് വിളിക്കുന്നത്, അമീർ ഇവരെ എല്ലാവരെയും കൂടി പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിലെ സൈനിക തലവൻ നമ്മുടെ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഈ പെൺകുട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് വരുന്ന ചന്തയിൽ കൊണ്ടുപോയിട്ട് ഇവരെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പൊ ആ സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി അവിടെ വന്ന് തൻ്റെ കുട്ടികളെ മോചിപ്പിക്കണമെന്ന് നമ്മുടെ അമീറിനോട് പറയുന്നു. പക്ഷെ അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. തിക്കുറിശിയുടെ കഥാപാത്രമാണ്. അപ്പൊ അലിബാബ ആ സമയത്ത് അവിടെ വരികയാണ്. നിങ്ങളുടെ കുട്ടികളെല്ലാം നമ്മൾ മോചിപ്പിക്കും, അമീറിനോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ അമീർ എപ്പോഴും അമീറിന്റെ ഭാര്യ പറയുന്നത് കേട്ടിട്ട് നിൽക്കുന്ന ഒരാളാണ്. പൈസയോടൊക്കെ ഭയങ്കര ആർത്തിയുള്ള ഒരാളാണ്. എന്നാൽ ധൈര്യം കുറച്ച് കുറവാണ്. എന്നാൽ ആ ധൈര്യം വേണ്ടോളം ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഭാര്യയുടെയൊക്കെ വാക്ക് കേട്ടിട്ട് എന്തായാലും അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും എന്നുള്ളത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അലിബാബ ചോദിക്കുന്നുണ്ട്, നമ്മുടെ സഹോദരി ഇവളെയും നിങ്ങളൊരു കൊണ്ടുപോയി വിൽക്കുമോ അതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നീ അതൊന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മോചിപ്പിക്കും എന്നും പറഞ്ഞിട്ട് ഇവൻ ചന്തയിലേക്ക് വേണം. അപ്പൊ അവിടെ ലേലം വിളി തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അലിബാബ അവിടെ എത്തിയിട്ട് ഈ ലേലം വിളി നിർത്താൻ പറയുന്നു. എല്ലാവർക്കും കൊടുക്കേണ്ട പൈസയൊക്കെ കൊടുത്തിട്ട് ഇവരെ വീണ്ടും ഇവരുടെ ഗ്രാമവാസികളുടെ ഒപ്പം പറഞ്ഞേക്കണം. ആ സമയത്ത് കാസിം അവിടെ വന്നു നിന്നിട്ട് പറയാണത് നടക്കില്ല, ഞാനാണ് പറഞ്ഞത് നടത്തണം എന്നുള്ളത്. അപ്പോൾ അലിബാബ പറയുന്നുണ്ട്, അല്ല ഏടത്തെയും പെണ്ണാണല്ലോ, നമുക്ക് നടത്താം ലേലം, അവരെയും മേടിച്ച് നടത്താം എന്നൊക്കെ പറയുന്നു. അപ്പൊ അതൊക്കെ ഒരു പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവരെല്ലാവരും കയറി പോകുന്നു. ഇത് ഈ ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടറിനെ വിളിച്ച് ലേലം വിളിക്കുന്ന ആളോട് പറയുന്നു. അങ്ങനെ അവിടുന്ന് എല്ലാവരെയും രക്ഷിച്ചിട്ട് തിരിച്ച് പോരുകയാണ്. കാസിമിന്റെ ഭാര്യ, അതായത് തിക്കുറിശിയുടെ ഭാര്യ പറയുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയുന്നു. അങ്ങനെ അലിബാബയെ അവിടുന്ന് പുറത്താക്കുകയാണ്. ഈ സ്വത്തുക്കളൊക്കെ തൻ്റെ തന്നെയാണെന്നും പറഞ്ഞിട്ട് അലിബാബയെ അവിടുന്ന് പുറത്താക്കുന്നു. അപ്പൊ നാട്ടുകാരുടെ ഇടയിലേക്ക് അലിബാബയും ആ പെങ്ങളും കൂടിയിട്ട് വരുന്നു. അപ്പൊ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവിടെ താമസിക്കാനുള്ള ചെറിയൊരു വീട് ഇത് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഞാനും നിങ്ങളിൽ ഒരുവനായിട്ട് തന്നെ ജീവിക്കുകയാണെന്നും പറഞ്ഞിട്ട് അലിബാബ മരം വെട്ടുകാരനായിട്ട് കാട്ടിലേക്ക് മരം മുറിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പൊ അവിടെ ബഹദൂറിന്റെ ഒക്കെ ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ബഹദൂറും അമ്മയും തമ്മിലുള്ള വർത്തമാനങ്ങളൊക്കെ വളരെ നല്ല രസമായിട്ട് തന്നെ പോകുന്ന കാര്യങ്ങളാണ്. ചിരിപ്പൂത്തിയാണ്. അപ്പൊ അലിബാബ അവിടെ താമസാക്കണം. എന്നിട്ട് കാട്ടിൽ പോയിട്ട് വിറക് വെട്ടാമെന്നൊക്കെ പറഞ്ഞ് തീരുമാനമാവുന്നു. അങ്ങനെ ആ കഥ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് ജയഭാരതിയും അടൂർ ബാസിയും കൂടിയിട്ട് അവിടെ വരുന്നത്. ജയഭാരതിയുടെ ക്യാരക്ടറിന്റെ പേരാണ് മാർജി ആനയാൽ. അപ്പൊ അങ്ങനെ അവര് ഒരു നാടോടി നർത്തകിനെ പോലെയൊക്കെയാണ് വരുന്നത്. അവിടെ ഡാൻസും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഈ ഗോവിന്ദൻകുട്ടിയും സൈന്യം കൂടിയിട്ട് ഇവളെയും പിടിക്കാൻ വരികയാണ്. വെച്ചാൽ വിൽക്കാനായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിലേക്കായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വരികയാണ്. വരുമ്പോ അലിബാബ അവിടെ വരുന്നു. അവിടെ വീണ്ടും ഒരു ചെറിയ വാൾപ്പയറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ജയഭാരതിയെ മോചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ആരാണ് ഇദ്ദേഹം എന്നൊക്കെ വേറെ ആളുകൾ, അയ്യോ ഇദ്ദേഹം അലിബാബയാണ്, നമ്മുടെ എല്ലാവരുടെയും ഇവിടുത്തെ രക്ഷകനാണെന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ അലിബാബ ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിന്റെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി വരുന്നത്. അത് വരുന്നത് നമ്മുടെ വിധുബാലയുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ അലിബാബയുടെ പെങ്ങളാണല്ലോ അവര് അലിബാബയുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ യാദൃശികമായിട്ട് അവിടെ വന്നു പെടുകയാണ്. അപ്പൊ അങ്ങനെ അലിബാബ അവിടെ വരുന്നു, എൻ്റെ ഇക്കയാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നു. അപ്പൊ അടൂർ ബാസിയും ജയഭാരതിയും ഇവരെല്ലാവരും കൂടിയിട്ട് അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം അലിബാബ വിറക് വെട്ടാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഒന്നും കൊടുത്തു വിടാൻ പറ്റിയില്ല. അപ്പോൾ ലൈലയ്ക്ക് ഭയങ്കര വിഷമം. അപ്പൊ എന്നാൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ അമീറിന്റെ അടുത്തേക്ക് പോകണം. എൻ്റെ കാക്കയ്ക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു നേരത്തേക്കുള്ള ഭക്ഷണമെങ്കിലും തരണം എന്നൊക്കെ, അല്ലെങ്കിൽ അരി എന്തെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു.
അപ്പോൾ പറയുന്നു ഇന്ന് സക്കാത്ത് കൊടുക്കാനുള്ള ദിവസമല്ല എന്നും പറഞ്ഞിട്ട് ഇവളെ അപമാനിച്ച് പറഞ്ഞേക്കാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ജയഭാരതി ഒക്കെ പാടെ കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ ഇതൊക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് പ്രേം നസീർ അവിടെ മരം വെട്ടുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ കാട്ടില് ഒരു കുതിരകൾ പോകുന്ന കൊളമ്പടി ശബ്ദം കേൾക്കണം. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഗുഹയുടെ മറുത്ത് ഒരു കൊള്ളസംഘമാണ്. അപ്പൊ ആ ഗുഹയ്ക്കകത്തേക്ക് അവർ കയറി പോകണം. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ആ ഡയലോഗ് ഉണ്ടല്ലോ, അല്ലാക്കി കസം അബൂക്ക ഹുക്കും തുറക്കൂ സീസേ എന്ന് പറയുന്നു. അപ്പോൾ ആ ഗുഹവാതിൽ തുറക്കുന്നു. ഉമ്മറും കൂട്ടാളികളുമാണ്, അവരാണ് കള്ളന്മാർ. അപ്പോൾ അതേപോലെ അല്ലാക്കി കസം അബൂക്ക ഹുക്കും അടയ്ക്കൂ സീസേ എന്ന് പറയുമ്പോൾ ഗുഹ അടയുന്നു. അപ്പം അങ്ങനെ അവരവിടെ എന്തോ കൊള്ളയടിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, തിരിച്ചു പോകുന്നു. അതിനുശേഷം പ്രേം നസീർ ഇതേ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. തനിക്ക് ആവശ്യമുള്ള സ്വർണവും ഖനികളൊക്കെ എടുത്തിട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ ഇവര് വലിയ പണക്കാരനായിട്ട് മാറുകയാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ അമീറിനെ വല്ലാണ്ട് ഒരു മാനസികമായിട്ട് അസ്വസ്ഥരാക്കുന്നുണ്ട്. എങ്ങനെ ഇവർക്ക് ഇത്രയും പൈസ കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ ജയഭാരതിയും ഇവരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ക്ഷണിക്കുന്നു, അവിടെ ചെല്ലുന്നു. പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അടുത്തു കൂടുന്നു. എങ്ങനെയാണ് ഇത് കിട്ടിയേ എന്നുള്ളൊരു രഹസ്യം തിക്കുറിശി ഇവരിൽ നിന്നും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ തിക്കുറിശി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേം നസീറിനെ ബന്ദിയാക്കിയിട്ട് പറയും, ജയഭാരതിയോട് പറയും, നീ തന്നെ ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയൊക്കെ എടുത്തോളൂ. ആ സമയത്ത് ഒരു പാട്ടുണ്ട്. ആ പാട്ട് കഴിയുമ്പോൾ തന്നെ ജയഭാരതി കത്തി കൊണ്ട് എറിയും. അപ്പൊ ഈ കത്തി എറിയുന്ന സമയത്ത് പ്രേം നസീറിനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ആ കെട്ടിലേക്ക് വന്നിട്ടാണ് ഇത് കൊള്ളണത്. അങ്ങനെ പ്രേം നസീർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ ചെറിയ ഒരു നല്ല രീതിയിലുള്ള ഒരു യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഈ തിക്കുറിശിയുടെ വൈഫ് അവിടെ വെച്ചിട്ട് മരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് ഇവര് യുദ്ധം ജയിക്കുന്ന സമയത്ത് പെട്ടെന്ന് തിക്കുറിശി ഒരു കുതിരപ്പുറത്ത് കയറി പോയിരിക്കുകയാണ്. അത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഹയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ മന്ത്രം എന്താണെന്നൊക്കെ ഉള്ളത് തിക്കുറിശി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവിടെ ചെല്ലുന്നു. നേരത്തെ പറഞ്ഞ മന്ത്രം അല്ലാക്കി കസം അബൂക്ക ഹുക്കും തുറക്കൂ സീസി എന്ന് പറയുന്നു. അകത്തേക്ക് കയറുന്നു. അകത്ത് കയറി ചെന്നപ്പോൾ അവിടെ കണ്ട സ്വർണങ്ങളൊക്കെ കണ്ടിട്ട് ആളുടെ കിളി പോയ ഒരവസ്ഥയായിരുന്നു. അപ്പൊ അത് പറ്റാവുന്ന സ്വർണങ്ങളൊക്കെ വാരി കൂട്ടിയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇയാൾ മന്ത്രം മറന്നു പോവാണ്. ആ ഒരു പരിഭ്രമത്തിലോ എങ്ങനെ വെച്ചിട്ട് ഇയാൾ മന്ത്രം മറന്നു പോവാണ്. അപ്പൊ എന്തൊക്കെയോ കടന്ന് പറയുന്നു, പക്ഷെ കാണാനില്ല. പെട്ടെന്ന് കൊളമ്പടികളുടെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഈ കൊള്ളക്കാർ വരികയാണെന്നുള്ളത് തിക്കുറിശിക്ക് മനസ്സിലാണ്. ഒരു സ്ഥലത്ത് വന്നിട്ട് ഒളിച്ചു നിൽക്കണം. അപ്പോൾ കൊള്ളസംഘം അകത്തേക്ക് കയറുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വലിച്ച് ആകെ തവിട്ട് പൊടിയായിട്ട് കിടക്കണ കാണുമ്പോൾ തിക്കുറിശി ഉമ്മർ പറയും, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇങ്ങനെ നോക്കണ സമയത്ത് ഇങ്ങനെ താഴത്ത് കൂടെ ഇങ്ങനെ കുറെ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ വീണ് പോയിട്ടുണ്ട്. അപ്പൊ ആളിങ്ങനെ നോക്കി വരുന്ന സമയത്ത് തിക്കുറിശി അവിടെ ഇരിക്കണാണോ? തിക്കുറിശി ആകെ പേടിച്ച് വരണ്ടിരിക്കണം. അപ്പൊ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ ഞാനൊരു പാവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണു. അതെയോ പാവമാണോ എന്ന് ചോദിച്ചിട്ട് തിക്കുറിശിയുടെ കഴുത്തറുത്തിട്ട് ഈ ബോഡി തലകീഴായിട്ട് കെട്ടിത്തൂക്കും. എന്നിട്ട് ഇവരോട് പറയും, ഇനി ആരെങ്കിലും ഇതിനകത്ത് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവർ വീണ്ടും തിരിച്ചു പോവാണ്. ആ സമയത്ത് തിക്കുറിശി അന്വേഷിച്ചുകൊണ്ട് പ്രേം നസീർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പോയ സമയത്ത് തന്നെ പ്രേം നസീർ അകത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് തിക്കുറിശിയുടെ ഈ ബോഡിയാണ് കാണുക. അപ്പോൾ പുള്ളിക്ക് നല്ല സ്നേഹമാണ്. പ്രേം നസീർ എന്ന് പറയുന്ന അലിബാബ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഉദാരമനസ്കനാണ്. അപ്പൊ അങ്ങനെ അലിബാബ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തിക്കുറിശിയുടെ അറ്റുപോയ തലയും ശരീരവും അവിടുന്ന് എടുത്തിട്ട് പോവും. അവിടുന്ന് എടുത്തിട്ട് വീണ്ടും ഇവരുടെ അമീറിന്റെ കൊട്ടാരത്തിലേക്ക് പോകും, തിക്കുറിശിയുടെ കൊട്ടാരത്തിലേക്ക് പോകും. അപ്പൊ ജയഭാരതി അവിടെ വെച്ചിട്ട് പറയും, നമ്മുടെ പഴയ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോയിട്ട് വെക്കാൻ, നമുക്ക് തുന്നി ചേർത്തിട്ട് നമുക്ക് ബാക്കി ക്രിയകൾ നടത്താമെന്ന് പറയും. അപ്പൊ എങ്ങനെ കൊണ്ടുവരും, ആരെ കൊണ്ടുവരും? ഇപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ നിധിയുടെ രഹസ്യങ്ങളൊക്കെ പറയേണ്ടി വരില്ലേ? അപ്പൊ ഇത് കൊള്ളക്കാരറിയില്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം പ്രേം നസീർ ഉണ്ട്. അപ്പൊ ജയഭാരതൻ അതൊന്നും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ മുഖമൊക്കെ മറച്ചിട്ട് നേരെ ബഹദൂറിനെ കൊണ്ടുവരികയാണ്. കണ്ണൊക്കെ കെട്ടിയിട്ട് ബഹദൂറിനെ ഓരോന്നൊക്കെ പറഞ്ഞ് മയക്കി കൊണ്ടുവന്നിട്ട് ഈ എടുത്ത് തുന്നി ചേർക്കാൻ പറയാം. അപ്പൊ നോക്കുമ്പോൾ ഒരു കാലിലേ ചെരുപ്പുള്ളൂ. അപ്പൊ ഈ ചെരുപ്പ് എന്തൊക്കെ കണ്ടിട്ട് തറവാടുത്തുള്ള ഒരാളാണല്ലോ എന്നൊക്കെ പറയണം. അപ്പൊ തന്നെ പറയും, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, വേഗം തുന്നിക്കെട്ടിക്കോളൂ. അങ്ങനെ പെട്ടെന്ന് തുന്നിക്കെട്ടും. പിന്നെ ഈ ഉമ്മർ വീണ്ടും അവിടെ വരുമ്പോൾ, അതായത് ഉമ്മറിന്റെ ആ മാന്ത്രിക ഗുഹയിലേക്ക് വരുമ്പോൾ അവിടെ ആ രണ്ട് ചെരുപ്പിൽ ഒരു ചെരുപ്പ് അവിടെ വീണ് കിടക്കും. അപ്പൊ ആ ചെരുപ്പ് കിട്ടുന്നു. അപ്പോൾ ഈ ചെരുപ്പ് അങ്ങേരുടെ ആയിരിക്കും. അപ്പൊ നമുക്കത് എന്തായാലും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഉമ്മർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ഥലത്ത് എത്തുന്നു. അപ്പൊ ഈ
ബഹദൂറിന്റെ ക്യാരക്ടറിന് കഴുത്ത് തുന്നിക്കുമ്പോൾ ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മറും അവിടെ ഉണ്ട്, ഷേർഖാൻ എന്നാണല്ലോ ഉമ്മറിന്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ ഷേർഖാനും അവിടെ ഉണ്ട്, നമ്മുടെ ബഹദൂറിന്റെ ക്യാരക്ടറും അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നൃത്തം കഴിയുമ്പോൾ ഉമ്മർ ഒരു നാണയം കൊടുത്താൽ ബഹദൂർ 2 നാണയം കൊടുക്കും. അപ്പൊ ഇവൻ അബദ്ധവശാൽ തന്നെ പറഞ്ഞു പോവാണ്, ഞാനിതൊക്കെ എത്ര കണ്ടതാ, ഞാൻ മുഖം നോക്കാണ്ട പോലും കഴുത്ത് തുന്നി കൊടുത്തിട്ടുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഉമ്മറിന് കാര്യം പിടികിട്ടും. അപ്പൊ ഉമ്മർ എന്നിട്ട് എന്താ വെച്ചാൽ ഇവനെ പൊക്കിയിട്ട് ചോദിക്കും, നീ ആരുടെയാണ് കെട്ടിക്കൊടുത്തത്, ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിലൊന്നും പറയില്ല എന്ന്, കൊന്നുകളയും ഞാൻ എന്നങ്ങോട്ട് പറയണം. അപ്പൊ പെട്ടെന്ന് ബഹദൂർ ആരാന്നുള്ള അറിയില്ല, എനിക്ക് അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, എന്റെ കണ്ണ് കെട്ടിയിരിക്കുന്നതൊക്കെ പറയണം. പക്ഷെ ഞാൻ അത് അവിടെ ചെന്ന് തുന്നാൻ പോകുന്ന സമയത്ത് ഒരു അടയാളം ഇട്ടിട്ടുണ്ട് പറയും. അപ്പൊ അതെവിടെയാണെന്നുള്ളതും എനിക്കറിയില്ല പറയും. എന്നാ ശരി നമുക്കത് നോക്കാം എന്നും പറഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ ഒരു വീട് കാണും. അപ്പൊ അവിടെ ഒരു ഇൻഡു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജയഭാരതി അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട്. ശരി നമുക്ക് വൈകുന്നേരം വരാന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ജയഭാരതി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവരുടെ കഥയിലും ഈ ഇൻഡു മാർക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് വീട് ഏതാന്നുള്ള കൺഫ്യൂഷനിലേക്ക് വരികയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബഹദൂറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ പെട്ടെന്ന് പണക്കാരായവർ ആരൊക്കെയുള്ളത്. അത് ഇവിടെ ഇപ്പൊ അലിബാബ അല്ലാണ്ട് വേറെ ആരും അങ്ങനെ ആരും ഇല്ല എന്ന് പറയും. അപ്പൊ എന്നാ അങ്ങനെ ആളിന്ന് അലിബാബയെ കാണാൻ വേണ്ടി വരികയാണ്. അലിബാബയെ കാണാൻ വേണ്ടി വരുമ്പോൾ ആൾമാറാട്ടമൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. പക്ഷെ ഇയാള് അവിടെ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന രീതിയിലാണ് വരുന്നത് അലിബാബയുടെ അടുത്ത്. അപ്പോൾ അവിടെ വരുന്ന അടൂർ ബാസിയാണ്. അടൂർ ബാസി ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അടൂർ ബാസി പറയും, അപ്പൊ നിങ്ങളാണോ അലിബാബ ചോദിക്കുന്നത്? അലിബാബ എന്ന് പറഞ്ഞാൽ ഞാനല്ല അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ശരി അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ജയഭാരതി പുറത്തുനിന്ന് ഇയാളെ കാണുമ്പോൾ ഞെട്ടുകയാണ്. അതിന്റെ കാരണം പറയാട്ടോ. അപ്പൊ അങ്ങനെ ഈ ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ സ്നേഹം നടിച്ചിട്ട് പറയാണ്, ഞാൻ പേർഷ്യയിൽ നിന്ന് വരുന്ന എണ്ണ വ്യാപാരിയാണ്, എനിക്ക് വിശ്വാസമായിട്ട് തങ്ങാനായിട്ട് ഒരിട വേണം, അതെനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എണ്ണ ക്യാനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ഒരു 40 എണ്ണോളം ഉണ്ട് എന്നുള്ളത് പറയണം. ശരി, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാന്തയിൽ വെച്ചോളൂ, നിങ്ങൾ ഇവിടെ താമസിക്കാന്ന് പറയണം. കയറ്റി വയ്ക്കുന്നതിനിടയിൽ ഇങ്ങനെ എണ്ണ ക്യാനിൽ തട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും എണ്ണയൊന്നല്ല, ഒരു മനുഷ്യന്മാർ ഇറങ്ങിക്കാണ്. അപ്പോൾ ഇയാളുടെ പടയാളികളാണ്. അപ്പോൾ ഉമ്മർ അവരോട് പറയാണ്, ഞാൻ കൈ തട്ടുമ്പോൾ മാത്രം നിങ്ങൾ 2 പ്രാവശ്യം കൈ തട്ടുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെയുള്ള എല്ലാവരും കൊന്നു തള്ളിയേക്കണം എന്നുള്ളത് പറയണം. അപ്പോൾ ഇപ്പൊ വരട്ടെ എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒരാൾ ചോദിക്കണ്ട, അത് നമ്മുടെ ബഹദൂറാണ്. ബഹദൂർ അതിൽ അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിരിക്കുകയാണ്. ഇപ്പൊ വേണ്ടെന്ന് പറയണം. അങ്ങനെ വീണ്ടും ഉമ്മർ ഉള്ളിലേക്ക് പോകണം. അപ്പൊ ജയഭാരതി പ്രേം നസീറിന്റെ അടുത്ത് പറയാണ്, എന്നെ ഇപ്രാവശ്യം കൂടി നൃത്തം ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെ ഉള്ളത് പറയണം. അപ്പൊ നീ എൻ്റെ ബീവി ആകാൻ പോകുന്നവളാണ്, നീ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇപ്രാവശ്യം കൂടി എനിക്ക് അള്ളാഹുവിന്റെ നാമത്തിൽ എനിക്ക് ഇപ്രാവശ്യത്തെയും കൂടി ഇത് ചെയ്യാനുള്ള ഒരു അനുവാദം തരണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ശരി ഇന്ന് ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഇതിന്റെ ഇടയിൽ ബഹദൂർ ആ ക്യാനിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ക്യാനല്ല കേട്ടോ, വീപ്പ, പെട്ടെന്നത് വരുന്നില്ല. അപ്പൊ ആ വീപ്പയുടെ ഉള്ളിൽ നിന്ന് ബഹദൂർ പുറത്തേക്ക് വന്നിട്ട് ജയഭാരതിയുടെ അടുത്ത് എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ നൃത്തം തുടങ്ങുകയാണ്. പാട്ടൊക്കെ ആയിട്ട് നല്ല നല്ല സോങ്ങുകളാണ്, എല്ലാ അടിപൊളി സോങ്ങുകളാണ്. ഈ പാട്ടുകളൊക്കെ ആയിട്ട് പാട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു വലിയൊരു മറ്റേ പഴയ രാജാക്കന്മാരൊക്കെ അടിക്കുന്ന ഒരു സംഭവമില്ലേ, ഒരു വലിയൊരു സ്വർണം പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ ടേ ടേ എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സാധനമില്ല, അതിൽ വന്നിട്ട് ജയഭാരതി ഓരോ അടി അടിക്കുമ്പോഴത്തേക്കും പുറത്ത് ബഹദൂറും അടൂർ ബാസിയും കൂടിയിട്ട് ഈ വീപ്പകൾ ഉണ്ടല്ലോ, ഈ വീപ്പകളെ ഫുള്ള് കൊക്കയിലേക്ക് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ ഓരോ വീപ്പുകളും എടുത്ത് അടിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ 40 കള്ളന്മാരിൽ ഒരെണ്ണം 40, ഞാനാണ് 41ാമൻ, അതാണ് ബഹദൂർ. അപ്പൊ അങ്ങനെ പാട്ട് കഴിയുന്ന സമയത്ത് ജയഭാരതി ഉമ്മറിന് കുത്തിക്കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് പ്രേം നസീർ കയറി പിടിക്കുന്നു. അപ്പൊ എന്താ എന്നൊക്കെ ചോദിക്കുന്നു, എന്റെ മാന്യനായിട്ടുള്ള അതിഥിയെ നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അടൂർ ബാസിയും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ജയഭാരതി പറയാണ്, എൻ്റെ അച്ഛനും അമ്മേനും കൊന്ന പെരുങ്കള്ളനായിട്ടുള്ള കൊള്ളക്കാരനാണ് ഇയാൾ എന്ന് പറയുന്നത്. പറഞ്ഞു പറ്റിച്ചിട്ടിരിക്കുകയാണ്, ഇയാള് ഭയങ്കര കൊള്ളക്കാരനാണ്, നിങ്ങൾ ഇയാളുടെ സ്വർണം എടുത്തതിന് ഇയാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ളത് അലിബാബയോട് പറയാണ്. അപ്പോൾ അതേ നോക്കുമ്പോൾ അലിബാബ ഒന്ന് പകയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ബഹദൂർ വരുന്നു. ബഹദൂർ അവിടെ വരുമ്പോൾ ബഹദൂറിനോട് പറയുന്നു, നീ ചതിച്ചുവല്ലടാ വെച്ചത്. അപ്പോൾ ബഹദൂർ പറയുന്നുണ്ട്, ഞാൻ അലിബാബയുടെ ആളാണ് എന്നും അലിബാബ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാമാണ് എന്നുള്ള രീതിയിലുള്ള സംഭാഷണം വരുന്നു. അപ്പൊ പെട്ടെന്ന് യുദ്ധം തുടങ്ങണം. അതായത് പ്രേം നസീറും ഉമ്മറും തമ്മിൽ യുദ്ധം തുടങ്ങണം. അപ്പൊ അതിനിടയിൽ ഉമ്മർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കത്തി എറിയുമ്പോൾ
അവിടെ നിൽക്കുന്ന വേറൊരു സ്ത്രീ ഉണ്ട്, അവരുടെ കയ്യിൽ കൊള്ളുന്നു. അപ്പൊ അടൂർ ബാസി അവരെ കൊണ്ട് നേരെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പൊ പ്രേം നസീർ ജയഭാരതീനും പിടിച്ചിട്ട് കുതിരപ്പുറത്ത് ഉമ്മർ പോവാണ്. അപ്പൊ അതിന്റെ തൊട്ട് പുറകിൽ അടുത്ത കുതിരയുടെ മുകളിൽ പ്രേം നസീറും പോവാണ്. അതൊരു വിസിലടിക്കുമ്പോഴത്തേക്കും വരും പ്രേം നസീറിന്റെ അടുത്തേക്ക് ആ കുതിര വരിക കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചു നേരം ഈ ചേസിങ് ആണ്. അത് കഴിഞ്ഞാൽ ഇത് ഇവരെത്തുന്നത് നമ്മുടെ നേരത്തെ ആ മാന്ത്രിക ഗുഹയിലേക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉമ്മർ ഇവരെയും കൊണ്ട് മാന്ത്രിക ഗുഹയിലേക്ക് കയറുന്നു. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ പ്രേം നസീറും ഉള്ളിലേക്ക് ചാടുന്നുണ്ട്. അപ്പൊ പിന്നെ അവിടെ വെച്ചിട്ട് ഗംഭീര വാൾപ്പയറ്റാണ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം നേരം ഉണ്ട് ആ വാൾപ്പയറ്റ്. അതും നല്ല രസമാണ്. നല്ല രസം തന്നെ ആ ഗുഹയ്ക്കുള്ളിലെ കാര്യങ്ങളും ആ ഒരു നിഗൂഢതകളും ഓരോ അറകളിലേക്ക് പോക്കൊക്കെ ആ സമയത്താണ്. അപ്പൊ അങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മരപ്പാലുണ്ട്. അത് ഒരു ഭാഗം നമുക്ക് പൊക്കാനും പറ്റും, ഒരു ഭാഗം ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ആകെ ഒരാൾക്ക് നടന്നു പോകാൻ പാകത്തിന്. അപ്പൊ അതിന്റെ അടിയിൽ മുഴുവൻ തിളച്ചു മറിയുന്ന ലാവംഭവമാണ്. അപ്പൊ അതിൽ കഴിഞ്ഞ് ഗംഭീര ഫൈറ്റ് യുദ്ധമൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പൊ ഈ യുദ്ധത്തില് ഉമ്മറിനെ പ്രേം നസീർ വധിക്കുകയാണ്. വധിച്ചിട്ട് പ്രേം നസീർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ തുറക്കൂ സീസി അടയ്ക്കൂ സീസി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അടിമകളാണ് അവർ. അപ്പൊ ഈ അടിമകളാണ് ഇത് ഒരു ചക്രം തിരിച്ചിട്ട് ഗുഹാമുഖം തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ അടിമകളെ പ്രേം നസീർ മോചിപ്പിക്കും. എന്നിട്ട് പറയും ഈ സ്വർണങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നു. പിന്നെ ഇവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ വെച്ചാൽ പാട്ടുകൾ തന്നെ കിട്ടില്ലം പാട്ടുകളാണ്. അതേ ഈ റംസാനിലെ ചന്ദ്രികയോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഈ സിനിമയിലാണ്. അടിപൊളി സോങ് ആണ്, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ജയഭാരതിയുടെ ഡാൻസ്, അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ദൃശ്യവിസ്മയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് പൈസ ഇറക്കി ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതും നല്ല രസമായിട്ടുണ്ട്. നല്ല പാട്ടുകൾ, നല്ല എന്താ പറയാ, എല്ലാം കൊണ്ടും കിടിലനാണ്. എനിക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് നമ്മുടെ പൊന്നാവരം കോട്ട. അതും ഇതേപോലെ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ പൊന്നാവരം കോട്ടയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. വീഡിയോയിൽ കിടക്കുന്നുണ്ട്, എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി അതിൻ്റെ കഥ കേൾക്കണം താല്പര്യം ഉണ്ടെങ്കിൽ പോയി കേട്ടോളൂ. ഇത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് അലിബാബയും 41 കള്ളന്മാരും. അങ്ങനെ വേറെയും കുറെ പടങ്ങളുടെ പേരുകൾ കാണാം. അലിബാബയും 40 കള്ളന്മാരും, പിന്നെ അലിബാബയും 6.5 കള്ളന്മാരും. ഇതൊക്കെ അത് റീസെന്റ് ഒക്കെ വന്നിട്ടുള്ള കുറെ സിനിമകൾ കേൾക്കാം. ഇതൊരു അറേബ്യൻ കഥയാണ്. എനിക്ക് തോന്നുന്നു 1001 രാവുകൾ എന്ന് പറയുന്ന കഥകളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയാണ് തോന്നുന്നുണ്ട്. വളരെ ചുരുക്കിയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്, ഓരോ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ക്ലാരിറ്റി അതിൽ കുറച്ച് കുറവുണ്ട്. നിങ്ങൾക്ക് അല്ലാതെ എവിടെന്നെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. കാരണം ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കഥയാണ്. നല്ലൊരു മനസ്സിനുടമയായിട്ടുള്ള അലിബാബയുടെ ആ ഒരു കഥയും, അതേപോലെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ പണത്തിന് വേണ്ടി ആക്രാന്തമായിട്ട് നടക്കുമ്പോൾ തകർന്നു പോകുന്ന കുടുംബങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബന്ധങ്ങളുടെ വില കൽപ്പിക്കാണ്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കുറച്ച് നർമ്മത്തിൽ കൂടിയൊക്കെ ആയിട്ടാണ് കാണിച്ചു പോകുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.